നമ്മുടെ കേരളത്തിന്റെ 3 ഭ്രാന്തുകളാണ്. ഒന്നാമത് രാഷ്ട്രീയ ഭ്രാന്ത്. രാഷ്ട്രീയം എന്ന കണ്ണുമില്ല മൂക്കുമില്ല. പിന്നെ ജാതി ഭ്രാന്ത്, കുത്തി ഏതിനും ജാതി പിടിക്കും. 3 ലഹരി ഭ്രാന്ത്. ഈ 3 നിയന്ത്രിക്കപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെടും. ബൈബിൾ പഠിപ്പിക്കുന്നു, ഒരുവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ എന്ന് തീരുമാനിക്കേണ്ടത് അവന്റെ മരണത്തിലൂടെയാണ്. ഓ, ഹൗ ബ്യൂട്ടിഫുൾ ദാറ്റ് സെന്റൻസ്. വചനത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. നിങ്ങളുടെ ബാങ്കിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുണ്ടെന്ന് വിചാരിച്ചോളൂ. 40 വയസ്സിൽ നിങ്ങളുടെ ശരീരം തളർന്നു അല്ലെങ്കിൽ വീണു, പിന്നെ ഒരു 50-20 വർഷക്കാലം നിങ്ങൾ കട്ടിലിൽ കിടന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ? എന്നാൽ മരണത്തിന്റെ അന്ന് വരെയും ഊർജ്ജസ്വലതയോടുകൂടി ഓടി നടക്കുന്ന വ്യക്തി, അവൻ പോലും അറിയാതെ പടച്ചോൻ ദൈവം സൃഷ്ടാവ് ആത്മാവിനെ അങ്ങ് വലിക്കുമ്പോൾ പോകുന്നു, അവനല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യവാൻ? ലോകത്തിലെ 1-ാം നമ്പർ കോടീശ്വരന്മാരിൽ ഒരാളായ മൈക്കൽ ഷുമാക്കർ, അദ്ദേഹം വെറുതെ ഒന്ന് തട്ടി തല ഐസിൽ തട്ടി വീണു കഴിഞ്ഞു. അയാളുടെ ബാങ്കിലുള്ള കോടാനുകോടി രൂപ കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? അപ്പം ബൈബിൾ വചനം ഫ്രാൻസിലാണെങ്കിലും അന്റാർട്ടിക്കയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും വചനം സുവിശേഷം സത്യമാണ്. അതുകൊണ്ട് എല്ലാരും പ്രാർത്ഥിക്കേണ്ടത് കാറതാ, മൊബൈലിതാ, 3G താ, 4G താ, ലെഗിൻസ് താ, ജീൻസ് താ എന്നല്ല. ദൈവമേ, എനിക്ക്